നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എന്തായാലും നീ അമ്മയോട് പറ. എന്താ മോളെ, നീ കരയാതെ കാര്യം പറയ. എന്നോട് ഇനി കോളേജിൽ പോണ്ടെന്ന് പറഞ്ഞു. ആര്? ഇവിടുത്തെ 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 ആര്? അദ്ദേഹോ? അതെന്താ? അറിയില്ല. മോള് കരയണ്ട, ഞാൻ അന്വേഷിക്കാം. എന്തന്വേഷിക്കാൻ? എന്റെ ജീവിതം വെച്ച് കളിക്കാൻ നിങ്ങളൊക്കെ ആരാ? പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ടാ എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിന്നത്. ഇപ്പൊ പുതിയ ഓരോ നിയമങ്ങളുമായി വന്നിരിക്കുന്നു. ഞാനിത് സമ്മതിക്കില്ല. ഇന്ന് തന്നെ എനിക്ക് ഇതിന്റെ തീരുമാനം അറിയണം. ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. മോൾ എന്തൊക്കെയാ പറയുന്നേ? എന്താ കേട്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതാ. ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഇത്രയും നാൾ ഞാൻ നിങ്ങളെയൊക്കെ സഹിച്ചു. ഫീസും വാടകയും ഇല്ലാതെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അതെന്റെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല, ഞാനിത് സമ്മതിച്ചു തരില്ല. എന്നെ കൊന്നാലും ഞാനിത് സമ്മതിക്കില്ല. മോളെ, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ. എന്താണെന്ന് വെച്ചാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ആദ്യം അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കോ സംസാരിക്കാതിരിക്കോ എന്താന്ന് വെച്ച് ചെയ്തോ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്നെ കോളേജിൽ അയച്ചേ പറ്റൂ. എന്താ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് സംഭവിച്ചത്? എന്ത്? അല്ല, ഇനി കോളേജിൽ പോകണ്ടെന്ന് മോളോട് പറഞ്ഞോ? പറഞ്ഞു. അതെന്താ? വിചാരണയാണോ? ആണെങ്കിൽ വേണ്ട. മറ്റുള്ളവരെ വിചാരണ ചെയ്ത് മാത്രമാ ചെട്ടിയാർക്ക് ശീലം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവും. വിരോധമില്ലെങ്കിൽ ആ കാരണം എന്നോടും കൂടി പറഞ്ഞോടെ. തൽക്കാലം വിരോധമുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ കൊണ്ടുവരാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ചെട്ടിയാരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ടാവുമായിരുന്നില്ല. വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? എന്താ ഒന്നും പറയാത്തത്? എന്താ ഈ മനസ്സില്? ഒരു കടൽ, തിരയടിച്ച് ആർക്കുന്നൊരു കടൽ. ചെട്ടിയാരെന്നോളം എല്ലാവരുടെയും നന്മകൾ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എന്റെ കണ്ണീരും സങ്കടങ്ങളും പലപ്പോഴും ഞാൻ കടിച്ചിറക്കി. ഉറക്കത്തിൽ പോലും പുറത്തു വരുന്ന നിശ്വാസങ്ങളെ ജാഗ്രതയോടെ ഞാൻ നിയന്ത്രിച്ചു. കാരണം ചെട്ടിയാരൊരു സാധാരണ മനുഷ്യനല്ല. ശ്രീനാര്യപുരത്തെ രാജാവ് കരഞ്ഞാല് പ്രജകൾ പിന്നെ എന്തു ചെയ്യും? പ്രജാവത്സനായ രാജാവ് ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച്
രാജനീതി നടപ്പിലാക്കിയ കഥ കേട്ടാ ഞാൻ വളർന്നത്. രാമനെ വിമർശിക്കുന്നവർക്ക് അന്നും ഇന്നും ഞാൻ കൊടുത്ത മറുപടി രാമനായിരുന്നു ശരിയെന്ന. പക്ഷേ അപ്പോഴൊക്കെയും ലവനെയും കുശനെയും ഓർത്ത് പെടയുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നു. സീതയെ ഓർത്ത് കരയുന്നൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കൂ എനിക്ക് നിന്നെ മനസ്സിലായത്. എന്തിനാ ഇതൊക്കെ ഇപ്പോ? ഓർത്തതല്ലോ, ഓർമ്മിപ്പിച്ചതല്ലേ നീ എന്നെ. അല്ലെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തൂ. അത് മനുഷ്യന്റെ വിധിയാ. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാനല്ലേ രുക്കു നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത്. അരുത്, എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അങ്ങൊന്നും കേട്ടിട്ടുമില്ല. ഒറ്റ കാര്യം എനിക്കറിയണം. എന്റെ അണ്ണൻ വന്ന് അന്നങ്ങനെ പറഞ്ഞുകൊണ്ടാണോ അവളോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞത്? ആണെങ്കി ഞാൻ അന്ന് തന്നെ തീരുമാനം എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ? രുക്കു, ரொம்ப തലവലി. നല്ല കടുപ്പത്തിൽ ഒരു കട്ടൻ ചായ വേണം. റഷീദേ, കോയമ്പത്തൂരിലേക്കുള്ള ലോഡ് വന്നിട്ടുണ്ട്. ആ ശരി സാഹിബേ. ആ ഇതാര് ചന്ദ്രനോ? അന്നെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോടോ. എന്താടോ തന്റെ മീൻ കച്ചവടത്തിന്റെ പൂതിയൊക്കെ പോയോ? സാഹിബേ, ഞാനൊരു സഹായം ചോദിച്ചു വന്നതാ. സാഹിബ്, ഗോവയിൽ നിന്ന് സക്കീർ സേട്ട് തന്നയച്ച 15 ലക്ഷം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആര് പറഞ്ഞു? താൻ പൊരേ കൊണ്ടുകൊടുക്ക. ഒരു കാര്യം ചെയ്യും, ഏതായാലും താ പൊരേ പോവല്ലേ, ആദ്യം 2 മീനൂടെ കഴിച്ചു. ഈബൻ ഇതെവിടെ പോയി? ഹലോ, ആ സുലൈമാനെ പറ. പാണ്ഡിതുരേ, അയ്യാ, ആരും അറിയാതെ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? നീ ആ കോളനിക്കാരൻ പയ്യനെ പോയി കാണണം. എന്നിട്ട് നീ അവനോട് പറയണം, ഇനി ഒരിക്കലും അവൻ അലമേലുവിനെ കാണാൻ പാടില്ല. ആദ്യം അനുനയം. ഇനിയും അവൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കാന്ന് പറയണം. അത് പണമായാലും പൊന്നായാലും വസ്തുവകകളായാലും.